ജെറൂസലേമിലെ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിലും ആക്രമണത്തെ അഭിനന്ദിച്ച ഹമാസ് രംഗത്തു വന്നു. ഗസ സിറ്റിയിൽ ഹമാസ് ആയുധ വിഭാഗം നടത്തിയ പ്രത്യാക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. റമോൺ ബെൻഗുരിയോൺ വിമാനത്താവളങ്ങൾക്ക് നേരെ യമനിലെ ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ഇരു വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെച്ചു. കൊടുങ്കാറ്റായി വരുന്ന ഇന്നത്തെ ആക്രമണത്തിൽ ഗസ തകരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഭീഷണി മുഴക്കി. ഗസ സിറ്റിയിലെ 50-ലധികം വലിയ കെട്ടിടങ്ങൾ ഇന്ന് ഇസ്രായേൽ ബോംബിട്ട് നിരപ്പാക്കി. ഇന്ന് മാത്രം 43 പേരെയാണ് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ആദ്യം ഈ ജെറൂസലേമിലെ വെടിവെപ്പിലേക്ക് തന്നെ വരാം. 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുക്കുന്നുണ്ടോ? അവിടുത്തെ ഔദ്യോഗികമായിട്ട് ഹമാസ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഗസയിൽ തുടരുന്ന ഈ വംശഹത്യയോടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഈ കിഴക്കൻ ജെറൂസലമിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്നും അത്തരം നീക്കങ്ങൾ ഇനിയും അതിശക്തമായി തന്നെ തുടരും. അതുകൊണ്ട് ഇസ്രായേൽ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രതിരോധ സംഘടനകളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇന്ന് രാവിലെ നടന്ന ഈ ഒരു ആക്രമണ സംഭവത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 4-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ ചിലരുടെ നില ഗുരുതരമായി തുടരുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ സംഭവ സ്ഥലത്ത് പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവർ സന്ദർശനം നടത്തുകയും ഈ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും, അവരെ ഈ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നിന്ന് അവരെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന താക്കീത് കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവിർ എല്ലാ ഇസ്രായേലികളും ആയുധം കയ്യിലേന്തേണ്ട ഘട്ടമാണിത്, ആർക്കെങ്കിലും ആയുധങ്ങൾ ഇല്ല എങ്കിൽ അത് നൽകാൻ സർക്കാർ ഒരുക്കമാണ് എന്ന വളരെ പ്രകോപനപരമായ ഒരു പ്രതികരണം കൂടി നടത്തുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനീൻ ഉൾപ്പെടെയുള്ള വിവിധ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ നടത്തിക്കൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നവരെ അതിശക്തമായിട്ട് നേരിടുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കിഴക്കൻ ജെറൂസലമിൽ നടന്ന ഈ ആക്രമണ സംഭവത്തോടുകൂടി ഇസ്രായേലിലുടനീളം സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് 2 ഇടങ്ങളിൽ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടന്നു. രണ്ടും ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഒന്ന് തുറമുഖ നഗരമായിട്ടുള്ള ഈലാത്തിലെ റമോൺ എയർപോർട്ട്, അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായിട്ടുള്ള ബെൻഗുരിയോൺ എയർപോർട്ട്. ഈ രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ മണിക്കൂറുകൾ തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. റമോൺ എയർപോർട്ടിന് നേരെ നടന്ന ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബെൻഗുരിയോൺ എയർപോർട്ടിലേക്കും ഈ മിസൈൽ വന്ന് പതിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ തകർച്ച കൂടിയാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ ഏർപ്പെടുത്തിയതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഇനിയും തുടരുമെന്നും ഗസയ്ക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യാൻ ഇസ്രായേൽ ഒരുക്കമല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. അതുപോലെ ഈ ഗസ സിറ്റിയിൽ ഹമാസിന്റെ സായുധ വിഭാഗം നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അവിടെ ഇന്ന് രാത്രി നടന്നിരിക്കുന്ന ആക്രമണത്തിലാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് കവചിത വാഹനവും അത് പൂർണ്ണമായിട്ട് തകർക്കപ്പെടുകയും അതിൽ ഉണ്ടായിരുന്ന 4 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സേന അല്പം മുമ്പ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയ കൊടുങ്കാറ്റായിരിക്കും ഇന്ന് രാത്രിയോടുകൂടി നടക്കാൻ പോകുന്നത്. അതോടുകൂടി ഗസ പൂർണ്ണമായിട്ടും അടിയറവ് പറയുമെന്ന പ്രഖ്യാപനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമാണ് അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന നടന്ന് ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് 4 സൈനികർക്ക് ജീവാപായം സംഭവിച്ചിരിക്കുന്നത്. അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സൈനിക ടാങ്കിന് നേർക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞാണ് അത് പൊട്ടിത്തെറിച്ചാണ് ഈ 4 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട സൈനികർ 20-നും 22 വയസ്സിനും ഇടയിലുള്ളവരാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം കൂടി അത് സംബന്ധിച്ച വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ നഗരങ്ങളിലുടനീളം വൻതോതിലുള്ള
നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം തുടരുകയാണ്. കാരണം ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെങ്കിൽ ഹമാസുമായിട്ട് ഒരു കരാർ വേണം. അമേരിക്ക പോലും താല്പര്യമെടുക്കുന്ന ആ കരാറിനെ അട്ടിമറിക്കാനാണ് നെതന്യാഹു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അനുവദിക്കുകയില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, വ്യക്തമാക്കിക്കൊണ്ടാണ് ആയിരങ്ങൾ തെലവീവിലും ഹൈഫയിലും ജെറൂസലമിലും ഒക്കെ ഈ രാത്രിയിലും വൻതോതിൽ തന്നെ തടിച്ചുകൂടുകയും നെതന്യാഹു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ഉടനടി തന്നെ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തിച്ചേരണമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായിട്ടും ഈ പ്രക്ഷോഭ പരിപാടികൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് തന്നെ ബന്ദികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അപ്പോഴും ഇസ്രായേൽ, അതുപോലെ ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ലല്ലോ. ഈ ആക്രമണവുമായി മുന്നോട്ട് പോകും, എന്തൊക്കെ നഷ്ടമുണ്ടായാലും എന്ന് തന്നെയാണോ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത്? അവിടുത്തെ തീർച്ചയായിട്ടും ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നെതന്യാഹു, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, രണ്ടുപേരും വ്യക്തമാക്കിയിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള നടപടികൾ ഗസ സിറ്റിക്ക് നേരെ വരാൻ പോവുകയാണ്. അതിൽ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗസ സിറ്റിയിലുള്ള എല്ലാവരും, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരോട് എത്രയും പെട്ടെന്ന് ഗസ സിറ്റി വിടണം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകും. പക്ഷേ ഇവരെങ്ങോട്ട് പോകണമെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല. കാരണം അവർക്ക് പോകാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം പോലുമില്ല. എങ്കിൽ പോലും ഗസ സിറ്റിയിലേക്ക് കരയാക്രമണം ഇന്ന് രാത്രിയോടുകൂടി നടക്കാൻ പോവുകയാണ്. അതിശക്തമായിട്ടുള്ള ആ കരയാക്രമണത്തിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗസ സിറ്റി വിടണം എന്ന ഒരു മുന്നറിയിപ്പാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു കൊടുങ്കാറ്റാണ് ഗസ സിറ്റിയെ ഇന്ന് രാത്രി മുതൽ കാത്തിരിക്കാൻ പോകുന്നതെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയും ഹമാസും തമ്മിൽ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചർച്ചകൾ. ആ ചർച്ചയുടെ ഭാഗമായിട്ട് പുതിയ ഒരു വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചതായ റിപ്പോർട്ടുകളും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത് ട്രംപ് തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഈ വാർത്ത സ്ഥിരീകരിച്ചതും. എത്രയും പെട്ടെന്ന് ഈ ബന്ദികളെ പൂർണ്ണമായിട്ട് വിട്ടയക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം താൻ ഏറ്റെടുക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വ്യവസ്ഥകൾ സൂചിപ്പിച്ച സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം അത് ഇസ്രായേൽ അംഗീകരിച്ചതാണോ? സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് ഇന്നലെ രാത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഹമാസാണ് ഇതിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഇതുപ്രകാരം ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ വെടിനിർത്തൽ വരുന്ന ആദ്യ ദിവസം തന്നെ പൂർണ്ണമായിട്ടും എല്ലാ ബന്ദികളെയും ഹമാസ് കൈമാറേണ്ടതുണ്ട്. തുടർന്ന് സമ്പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമം എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ മുൻകൈയെടുത്ത് അത് നടപ്പാക്കുമെന്നൊരു ഉറപ്പാണ് ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഹമാസിന് ആണ് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും അവസാന മുന്നറിയിപ്പാണ് ഹമാസിന് താൻ നൽകുന്നത് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമോ അതുമായി ബന്ധപ്പെട്ട വാർത്ത ശരിവെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയോ വന്നിട്ടില്ല. പക്ഷേ ഹമാസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഈ വ്യവസ്ഥകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ നേരത്തെ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളാണ്. കാരണം ബന്ദികളെ പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ കൈമാറുക, അതോടൊപ്പം തന്നെ ഹമാസിന്റെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക. ഈ രണ്ട് ആവശ്യങ്ങൾ നേരത്തെ ഹമാസ് തള്ളിക്കളഞ്ഞതാണ്. താൽക്കാലിക വെടിനിർത്തൽ വരികയാണെങ്കിൽ അന്ന് വ്യവസ്ഥ ചെയ്തത് പ്രകാരം പകുതി ബന്ദികളെ ആദ്യ ദിവസം തന്നെ വിട്ടയക്കാമെന്നായിരുന്നു നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നത്. പക്ഷേ 2 മാസം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ഹമാസ് നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇതുവരെയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസ് എന്ത് തീരുമാനം കൈക്കൊള്ളും, എന്ത് പ്രതികരണമായിരിക്കും നടത്തുക എന്നതുകൂടി പ്രധാനമാണ്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഗസ സിറ്റിയിലേക്ക് നീങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ലോകരാജ്യങ്ങളിലുടനീളം ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. 40-ലേറെ രാജ്യങ്ങൾ ഭാഗവാക്കായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില എന്ന ചെറു കപ്പൽ ഐക്യദാർഢ്യ സംഘം ഏതാണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് ഗസ തീരത്തേക്ക് വരുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ലോക സമ്മർദ്ദം തുടരുന്നതിനിടയിലും കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ നടപടികളുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്നും ഈ രാവിലും ഗസയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമൃത.
ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഫലസ്തീൻ ജനതയെ ഗസയിലെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് സൗദി അറേബ്യ. 1967 അതിർത്തികളോടെ രാഷ്ട്രം രൂപീകരിക്കാതെ ഫലസ്തീൻ രാഷ്ട്ര വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകില്ല. വെടിനിർത്തലിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും സൗദി ആവശ്യപ്പെട്ടു. അറബ് ഇസ്ലാമിക് കമ്മിറ്റിയിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു പ്രതികരണം. 1967 മുതൽ ഇസ്രായേൽ കൈയടക്കിയതാണ് ഫലസ്തീൻ ജനതയുടെ ഭൂമി. അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം അപകടമാണെന്നാണ് സൗദിയുടെ മുന്നറിയിപ്പ്. ഗസയിൽ ആക്രമണം നീട്ടുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ നടപടികൾ പ്രദേശത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന് ഭീഷണിയാണ്. വംശഹത്യയിൽ ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മീഡിയ 1 റിയാദ്. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്ത മാസം ആദ്യം ഇത് സംബന്ധിച്ച അന്തിമ ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിപണിയുടെയും അവസരങ്ങളുടെയും പുതിയ വാതിൽ തുറക്കുന്നതാകും ഈ കരാർ. US ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ ആഘാതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഖത്തർ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറിന് ശ്രമം നടത്തുന്നത്. കരാറുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടുകൾക്ക് അവസാന രൂപം നൽകുന്നതിനായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒക്ടോബർ ആദ്യവാരം ദോഹയിലെത്തും. ഇന്ത്യൻ ഗവൺമെന്റ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ മാസം അവസാനം ഇന്ത്യ സന്ദർശിച്ച ഖത്തർ വിദേശ വ്യാപാര വാണിജ്യ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയീദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. പീയൂഷ് ഗോയലിന് പുറമെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൌധരി എന്നിവരുമായും ബിസിനസ് സമൂഹവുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. കരാർ യാഥാർത്ഥ്യമായാൽ ഖത്തറുമായി ഊർജ്ജ മേഖലയിൽ പതിറ്റാണ്ടുകളായുള്ള സഹകരണം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കും. ഖത്തറിന് പുറമെ സൗദിയുമായും ഒമാനുമായും ഇന്ത്യ വ്യാപാര കരാറിന് ശ്രമിക്കുന്നുണ്ട്. GCC രാഷ്ട്രങ്ങളിൽ നിലവിൽ UAEയുമായാണ് ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാറുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $28 ബില്യൺ എത്തിക്കാനാണ് ഇന്ത്യയും ഖത്തറും ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇത് $13.2 ബില്യൺ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായിരുന്നത്. മീഡിയ 1 ദോഹ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഇൻഡിഗോയുടെ ബഹ്റൈനിലേക്കുള്ള വിമാനം വൈകിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. 7:30 പോകേണ്ട വിമാനമാണ് വൈകുന്നത്. യാത്ര വൈകുന്നതിന്റെ കാരണം വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നില്ല എന്നും യാത്രക്കാർ പറയുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ 7:30 എന്ന് പറയുന്നത് രാവിലെ 7:30 എന്നാണോ അല്ല രാത്രി 7:30 എന്നാണോ? വൈകിട്ട് 7:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ബഹ്റിനിലേക്ക് പോകേണ്ട ഇൻഡിഗോയുടെ വിമാനമാണ് യാത്ര തുടങ്ങാൻ ഏറെ വൈകിയത്. ഇതിനെ തുടർന്ന് യാത്രക്കാർ അവിടെ വിമാനത്താവള അധികൃതരുമാക്കിയായി സംസാരിച്ചിരുന്നു. അവർ 6:30 തന്നെ ചെക്ക് ഇൻ ചെയ്ത ആൾക്കാരാണ്, ബോർഡിംഗ് അടക്കം കഴിഞ്ഞ ആൾക്കാരാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരോട് എന്തുകൊണ്ടാണ് യാത്ര വൈകുന്നത് എന്ന് കൃത്യമായ ഒരു കാരണം വിമാനത്താവള അധികൃതർ പറയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ബഹ്റിൻ വിമാനത്താവളത്തിലെ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ വിമാനം പോകാത്തതെന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ പറയുന്നത് ബഹ്റിൻ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിരുന്നവർ, പക്ഷേ അവിടെ അത്തരത്തിലൊരു സാങ്കേതിക തടസ്സമില്ല എന്നാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും 9-9:30 കൂടി തന്നെ ഇവർക്ക് യാത്രക്കാർക്ക് ഭക്ഷണവും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് 10 മണിക്ക് നമ്മൾ ഈ യാത്രക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് വരെ വിമാനമൊന്നും പോയിട്ടില്ല. പിന്നീട് ഈ വിമാനത്താവള അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് കൃത്യമായി വിമാനത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിലേക്കും തിരിച്ചുമുള്ള വിമാനം വൈകലിനും റദ്ദാക്കലിനും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ റിയാദിലെ പ്രവാസി വെൽഫെയർ സഹായിക്കും. സൗദിയിലെ വിമാനയാത്രാ നിയമത്തിലെ സാധ്യതകൾ സംബന്ധിച്ച മീഡിയ 1 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ഇതിനായി പ്രവാസികൾക്കായി ഹെൽപ്പ് ഡെസ്കും സംഘടന രൂപീകരിച്ചു. സൗദിയിലേക്ക് പോകുന്നതും വരുന്നതുമായ വിമാനങ്ങൾ റദ്ദാക്കിയാലോ വൈകിയാലോ സൗദിയിൽ നഷ്ടപരിഹാരം ലഭിക്കും. നാട്ടിൽ നിന്നും ഇതിന് അപേക്ഷിക്കാം. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിയമം അനുസരിച്ച് ടിക്കറ്റ് തുകക്ക് പുറമെ 1.5 ഇരട്ടിയോളം വരെ നഷ്ടപരിഹാരം ലഭിക്കും. അതായത് 24 മണിക്കൂറിനകമാണ് വിമാനം റദ്ദാക്കിയതെങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ 2500 റിയാൽ വരെ തിരികെ ലഭിക്കും. വിമാനം വൈകുന്ന ഓരോ 3 മണിക്കൂറിനും 250 റിയാലിലേറെ ലഭിക്കും. ഇതുവഴി നഷ്ടപരിഹാരം വാങ്ങുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മീഡിയ 1 റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലേക്കുള്ള വിമാനം റദ്ദാകുന്നതും വൈകുന്നതും ശീലമാണ്.
സൗദി നിയമമനുസരിച്ച് സൗദിയിൽ ലാൻഡ് ചെയ്യുന്നതും പോകുന്നതുമായ എല്ലാ വിമാനങ്ങളും നഷ്ടപരിഹാരം നൽകിയിരിക്കണം. ഇതിനായി പ്രവാസികളെ സഹായിക്കാനാണ് റിയാദിലെ പ്രവാസി വെൽഫെയർ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയത്. പ്രവാസികൾക്ക് 058-158-866-62 എന്ന നമ്പറിലോ 050-063-2817 എന്ന നമ്പറിലോ കേരളത്തിലുള്ളവർക്ക് 8744837339 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. ടിക്കറ്റ് എടുത്ത് 60 ദിവസം മുതൽ എപ്പോൾ വിമാനം റദ്ദാക്കിയാലും നഷ്ടപരിഹാരം സൗദിയിൽ ലഭിക്കും. ഫലത്തിൽ വിമാനയാത്രയുടെ ഭാഗമായി നമുക്കുണ്ടാകുന്ന സമയനഷ്ടം, ധനനഷ്ടം, ലഗേജ് വൈകലും നഷ്ടപ്പെടലും, വിമാനം മറ്റു വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യൽ തുടങ്ങി യാത്രക്കാർക്കുള്ള ഓരോ പ്രയാസത്തിനും നഷ്ടപരിഹാരം നൽകിയിരിക്കണം. വൈകിയെത്തുന്ന വിമാനത്തിലുള്ള എല്ലാവർക്കും ഇതുപോലെ നഷ്ടപരിഹാരം ലഭിക്കും. സൗദിയിലെത്തുന്ന എല്ലാ വിമാനങ്ങൾക്കും ഇത് ബാധകമാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിലെ ഹൈറേഞ്ചുകളുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു. ഇന്ന് ജീസാനും നജ്റാനും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജിദ്ദയും തബൂക്കും ത്വായിഫും ഉൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയിൽ മഴയും പൊടിക്കാറ്റും ശനിയാഴ്ച വരെ തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്തിന്റെ തെക്ക് വടക്ക് പ്രദേശങ്ങളിൽ ഏറിയും കുറഞ്ഞും മഴയുണ്ട്. നജ്റാൻ, ജീസാൻ പ്രദേശങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ഇന്ന് കടുത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മക്ക, മദീന ഉൾപ്പെടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മഴയുണ്ട്. റിയാദ് പ്രവിശ്യയിലെ ചില ഭാഗങ്ങളിലും ഇന്ന് മഴയെത്തി. മക്ക പ്രവിശ്യയിലെ കുൻഫുദ, ജീസാനിലെ ഫുർസാൻ എന്നീ സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അസീറിലെ അൽബറക്ക്, അൽകഹ്മ പ്രദേശങ്ങളിലും രാത്രി റെഡ് അലർട്ടുണ്ട്. കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായാണ് മഴ. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ താമസവിലാസങ്ങൾ റദ്ദാക്കുന്നത് തുടരുന്നു. 965 പ്രവാസികളുടെ താമസവിലാസം നീക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. കാലാവധി കഴിഞ്ഞ വാടക കരാറുകളും കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും ഉടമകൾ നൽകിയ വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് നടപടി സ്വീകരിക്കുന്നത്. അഡ്രസ്സുകൾ റദ്ദാക്കിയ വ്യക്തികൾ പാസി ഓഫീസുകൾ സന്ദർശിച്ചോ സഹൽ ആപ്പ് വഴിയോ 30 ദിവസത്തിനുള്ളിൽ താമസ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ 100 ദിനാർ വരെ പിഴ ഈടാക്കുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കുവൈത്തിലെ ഹവലിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച 3 കടകൾ അടച്ചുപൂട്ടി. ഹവലി മുനിസിപ്പൽ അധികൃതർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 24 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. മുനിസിപ്പൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഫീൽഡ് ക്യാമ്പയിൻ നടത്തിയത്. ഏഷ്യാകപ്പ് മത്സരങ്ങൾക്ക് നാളെ UAE-യിൽ തുടക്കമാകും. ദുബൈയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും ഏറ്റുമുട്ടും. മറ്റന്നാൾ ആതിഥേയരായ UAE-ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ദുബൈ, അബുദാബി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളാണ് ഏഷ്യ കപ്പിന് വേദിയാകുന്നത്. ഗൾഫ് രാജ്യങ്ങളായ UAE-യും ഒമാനും ഉൾപ്പെടെ 8 രാജ്യങ്ങൾ ഇക്കുറി ഏഷ്യ കപ്പിൽ മാറ്റുരയ്ക്കും. ഇത്തവണ 2020 ഫോർമാറ്റിലാണ് മത്സരങ്ങൾ. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. പ്ലേ 11-ൽ ഇടം നേടിയാൽ മലയാളിയായ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഓപ്പണറായേക്കും. UAE-യുമായുള്ള മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ മറ്റൊരു മലയാളി കൂടി കളത്തിലുണ്ടാകും. UAE താരം അലിഷാൻ ഷറഫുമാണ് ആ മലയാളി. സെപ്റ്റംബർ 14-നാണ് ആരാധകർ ഉറ്റുനോക്കുന്ന പാക് ഇന്ത്യ മത്സരം. UAE-യിൽ തുടരുന്ന ഉയർന്ന ചൂട് മത്സരങ്ങൾക്ക് വെല്ലുവിളിയാണ്. ഇക്കാരണത്താൽ തന്നെ മത്സരങ്ങളുടെ സമയം വൈകുന്നേരം 6-ൽ നിന്ന് 6:30-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. മീഡിയ 1, ദുബായ്. സൗദിയിൽ മക്കയിലെ ഹറമിലടക്കം വിവിധ പള്ളികളിൽ ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിച്ചു. ഷെയ്ഖ് ബദർ അൽ തുർക്കി ഹറമിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇന്നലെ വൈകിട്ട് 7:30 മുതൽ 10:57 വരെയായിരുന്നു ഗ്രഹണം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ. ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 9:30 മുതൽ മക്കയിലെ ഹറമിലടക്കം വിവിധ പള്ളികളിൽ ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു. ഷെയ്ഖ് ബദർ അൽ തുർക്കി ഹറമിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇന്നലെ വൈകിട്ട് 7:30 മുതലായിരുന്നു ഗ്രഹണം. രാത്രി 9:10 പൂർണ്ണതയിലെത്തുകയും 11 മണിയോടടുത്ത് അവസാനിക്കുകയും ചെയ്തു. 3 മണിക്കൂറും 29 മിനിറ്റുമായിരുന്നു ഗ്രഹണം നീണ്ടുനിന്നത്. 82 മിനിറ്റായിരുന്നു പൂർണ്ണ ഗ്രഹണം. വിവിധ പള്ളികളിലായി നിരവധി വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു.
2028 ജൂലൈ 6 അടുത്ത ഗ്രഹണം സൗദിയിൽ ദൃശ്യമാവുക. ഗ്രഹണ സമയങ്ങളിൽ പ്രാർത്ഥനകളിൽ മുഴുകണമെന്നും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്ത് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദിർ സ്വൈക നാഷണൽ ഗാർഡ് മേധാവി ഷെയ്ഖ് മുബാറക് ഹുബൂദ് അൽ ജാബിർ അസബാഹിനെ സന്ദർശിച്ചു. കൂടിക്കാഴ്ചയിൽ കുവൈത്ത് നാഷണൽ ഗാർഡും ഇന്ത്യൻ സഹ ഏജൻസികളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. മൂന്ന് പതിറ്റാണ്ടോളം കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ശ്രീലങ്കൻ വീട്ടുജോലിക്കാരിയെ വീണ്ടും കണ്ടുമുട്ടി കുവൈത്ത് പൌരനും കുടുംബവും. 6 വയസ്സു മുതൽ തന്നെയും സഹോദരങ്ങളെയും വളർത്തിയ ജോലിക്കാരിയെ തേടിയാണ് കുവൈത്തി പൌരൻ ശ്രീലങ്കയിലെത്തിയത്. വീണ്ടും കണ്ടുമുട്ടുന്ന നിമിഷങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സംഭവം ഗൾഫ് ന്യൂസ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ നഴ്സുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ. നിലവിൽ ബഹ്റൈനിലെ നഴ്സുമാരിൽ 90% സ്വദേശികളാണ്. ഇത് രാജ്യത്തിന്റെ ദീർഘകാല ആരോഗ്യ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നും നിർദ്ദേശം സമർപ്പിച്ച എംപിമാരുടെ സംഘം വിലയിരുത്തി. നഴ്സിംഗ് രംഗം കാര്യക്ഷമമാക്കാൻ 3000 നഴ്സുമാരെ ആവശ്യമുണ്ടെന്നും ബഹ്റൈൻ വിദ്യാർത്ഥികളെ നഴ്സിംഗ് മേഖലയിലേക്ക് ആകർഷിക്കണമെന്നും എംപിമാർ നിർദ്ദേശിച്ചു. ബഹ്റൈനിലെ റെസ്റ്റോറന്റുകളിലെ മെനുവിൽ കലോറി വിവരങ്ങൾ നിർബന്ധമാക്കാൻ ആവശ്യം ശക്തമാക്കി ബഹ്റൈനിലെ ജനപ്രതിനിധികൾ. ഈ നിയമം നടപ്പാക്കാത്ത ഏക GCC രാജ്യമാണ് ബഹ്റൈൻ. ആരോഗ്യ സുരക്ഷ മുൻനിർത്തി വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും പാർലമെന്റ് അംഗങ്ങളും മുനിസിപ്പൽ പ്രതിനിധികളും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സൗദിയിലെ റിയാദിൽ മലയാളി കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം ചെമ്മേരിപ്പാറ സ്വദേശി സിദ്ദീഖാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. മലാസ് ചെറിയറിൽ മുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജോലിക്കെത്തേണ്ട സമയം കഴിഞ്ഞും എത്താത്തതിനാൽ അന്വേഷിച്ചെത്തിയ സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കേളി മലാസ് ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെ റിയാദിലെ നസീം മഖ്ബറയിൽ കബറടക്കി. സൗദി ജിദ്ദയിൽ മൊബൈൽ ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് ട്രക്കിന് തീപിടിച്ചു. വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്ന മൊബൈൽ ബാറ്ററികളിൽ തീപിടിച്ചാണ് അപകടമുണ്ടായത്. ജിദ്ദയിലെ അൽഹുംറയിലാണ് സംഭവം. കടുത്ത ചൂടിനെ തുടർന്ന് ബാറ്ററിക്ക് തീപിടിച്ചതാണ് അപകട കാരണമെന്നാണ് നിഗമനം. മദാമിലെ മരുഭൂമിയിൽ അപകടത്തിൽപ്പെട്ടയാളെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി ഷാർജ പോലീസ്. മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ടയാളെയാണ് UAE നാഷണൽ ഗാർഡിന്റെ സഹകരണത്തോടെ രക്ഷപ്പെടുത്തിയത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. ദൈദ ആശുപത്രിയിലേക്ക് മാറ്റിയ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു. മരുഭൂമികളിൽ വാഹനമോടിക്കുന്നവർ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയിൽ കുവൈത്തിൽ 1179 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 180 പേർക്ക് പരിക്കേറ്റതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 5 വരെ 31,395 ഗതാഗത നിയമലംഘനങ്ങളാണ് പിടികൂടിയത്. ഫർവാനിയയിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനം റിപ്പോർട്ട് ചെയ്തത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച പ്രായപൂർത്തിയാകാത്ത 79 പേരെയും വിവിധ കുറ്റകൃത്യങ്ങൾക്കായി തിരയുന്ന 66 പേരെയും വിസ കാലാവധി കഴിഞ്ഞ 126 പ്രവാസികളെയും അധികൃതർ അറസ്റ്റ് ചെയ്തു. ജിദ്ദയിൽ കമ്മ്യൂണിറ്റി ലൈബ്രറിക്ക് തുടക്കമായി. പ്രവാസികൾക്കിടയിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. ജിദ്ദ സിജി ചാപ്റ്ററും വിമൻ കളക്റ്റീവും ചേർന്നാണ് ലൈബ്രറി ഒരുക്കിയത്. ഓൺലൈൻ പോർട്ടൽ ഉപയോഗിച്ച് പുസ്തകങ്ങൾ വിതരണം നടത്തിയാണ് ലൈബ്രറി പ്രവർത്തിക്കുക. സിജി ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി കമ്മ്യൂണിറ്റി ലൈബ്രറിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. അനീസ ബൈജു, റഫീഖ് പേരൂർ, ഇർഫാന സജീർ എന്നിവർ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സിജി വിമൻ കളക്റ്റീവ് അംഗം തെൻസീന്റെ കവിതാ സമാഹാരം ചടങ്ങിൽ പുറത്തിറക്കി. മുഹമ്മദ് ബൈജു, KT അബൂബക്കർ, നബീല അബൂബക്കർ, റഫ്സീന, അഷ്ഫാഖ് എന്നിവർ സംസാരിച്ചു. ജിദ്ദയിലെ വിവിധ രംഗങ്ങളിലുള്ളവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ജിദ്ദ. കുവൈത്തിൽ ഗൾഫ് സഹകരണ കൌൺസിലിന്റെ മേഖലാ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനുള്ള ഏകീകൃത തന്ത്രം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടക്കുന്നത്. സെപ്റ്റംബർ 11 വരെ തുടരുന്ന വർക്ക്ഷോപ്പിൽ GCC രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ, സെൻട്രൽ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലെ വിദഗ്ധരും അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. FATF, MENAFATF നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷാ നിയന്ത്രണ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ബഹ്റൈൻ പ്രതിഭ മുഹറക് മേഖല കിംസ് ഹെൽത്ത് ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സജീവൻ മാക്കണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആകാശ് ശശിധരൻ ആരോഗ്യ ക്ലാസ് എടുത്തു.
ഐഫോൺ 17 സീരീസ് നാളെ ലോഞ്ച് ചെയ്യും. ഐഫോണുകളുടെ വിൽപ്പന ഏറ്റവും അധികം നടക്കുന്ന ദുബൈയിലെ ആപ്പിൾ സ്റ്റോറുകളടക്കം പുതിയ മോഡലിന്റെ വരവിനായി ഒരുങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച മുതലാണ് പ്രീ ഓർഡർ പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 19 മുതലാകും സ്റ്റോറുകളിൽ ലഭിച്ചു തുടങ്ങുക. ഷാർജ വ്യവസായ മേഖല 6 വൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പ്രഖ്യാപിച്ചു. 28 കോടി ദിർഹത്തിലേറെ വരുന്ന പദ്ധതിയാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. 19 കിലോമീറ്റർ റോഡ്, 4025 പാർക്കിംഗ് സ്ഥലങ്ങൾ, നടപ്പാതകൾ, ഡ്രെയിനേജ് ശൃംഖല തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ഇവിടെ നടപ്പാക്കുമെന്ന് ഷാർജ ചേംബർ ഓഫ് കോമേഴ്സ് ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ ഉവൈസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കും. ദുബൈയിൽ ടൂറിസം മേഖലയിൽ ഗതാഗത സേവനങ്ങൾ നൽകുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലൈസൻസിംഗ് നടപടികൾ ഇനി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വഴിയാകും. പെർമിറ്റ് പുതുക്കൽ, ടൂറിസ്റ്റ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, ഈ രംഗത്തെ ഡ്രൈവർമാർക്കുള്ള പ്രൊഫഷണൽ ലൈസൻസ് തുടങ്ങിയ നടപടികളെല്ലാം ഇനി മുതൽ RTA-ക്ക് കീഴിലായിരിക്കും. ഇതിനായുള്ള അപേക്ഷകൾ RTA-യുടെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ വഴിയോ സെന്ററുകൾ വഴിയോ നൽകണം എന്ന് RTA അറിയിച്ചു. റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനും മാറ്റുന്നതിനും ഫീ ഇളവ് പ്രഖ്യാപിച്ച് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, സാമൂഹിക സുരക്ഷാ സഹായം ലഭിക്കുന്നവർ, 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, വിരമിച്ച ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് ഇളവ് അനുവദിക്കുക. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. മുണ്ടക്കൈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി KSTMA. വീടിന്റെ താക്കോൽ ദാനം മന്ത്രി OR കേളി നിർവഹിച്ചു. പനമരം എരനെല്ലൂരിൽ വെച്ചായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ മുഖ്യാതിഥിയായിരുന്നു. കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വക്കച്ചൻ പുല്ലാട്, ജനറൽ സെക്രട്ടറി നാസർ അടിമാലി, ജെയിംസ് ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു. സംഘടനാ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ മുലാഖാത്ത് 2025 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 3-ന് അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. ഖൈത്താൻ രാജധാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം ചെയ്തു. മൻസൂർ ചൂരി, K ബഷീർ, അബ്ദുൽ റഹ്മാൻ, AP അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. വ്യവസായ ആരോഗ്യരംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്നു. കുവൈത്തിൽ ഇടുക്കി അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഒന്നിച്ചുണ്ണാം തിരുവോണം ഇടുക്കിയോടൊപ്പം എന്ന പേരിലായിരുന്നു ആഘോഷം. സാമൂഹിക പ്രവർത്തക ഹദീൽ അൽ ബുക്രിസ് ഉദ്ഘാടനം ചെയ്തു. ബിനു ആഗ്നൽ ജോസ് അധ്യക്ഷത വഹിച്ചു. വ്യാപാര സാമൂഹിക സംഘടനാ രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്നു. കുവൈത്തി ഗായകൻ മുബാറക് അൽ റഷീദിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അസോസിയേഷൻ ഭാരവാഹികളും വിമൻസ് ഫോറം എക്സിക്യൂട്ടീവ് അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. കാരുണ്യ തീരം ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾക്ക് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. പ്രസിഡന്റ് സിബി കുര്യൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് കൈതാരത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.